ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. 7ാം ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എന്നാൽ സിമ്പിൾ ആയ ഒരു ചാപ്റ്ററാണ് നമ്പർ റിലേഷൻ, സംഖ്യാബന്ധങ്ങൾ. അത് നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചാലോ? നോക്കിക്കോ, ആകെ 3 കാര്യങ്ങളെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒന്ന്, പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്താ. 2, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഓരോന്നിൻ്റെയും ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. 3, കോമൺ ഫാക്ടേഴ്സ്, പൊതു ഘടകം എന്നാൽ എന്താണ്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. പെട്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, പ്രൈം നമ്പേഴ്സ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2, 3, 5, 7. ഈ നമ്പറുകളൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് നോക്കടാ, ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1, 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1, 3 മാത്രമേ ഉള്ളൂ. 5ൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ആരൊക്കെയാ? 1, 5 മാത്രമേ ഉള്ളൂ. 7ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെ? 1, 7 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കോമൺ ആയിട്ട് പറയാം, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ്, ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ നമ്പറും മാത്രമാണെങ്കിൽ, 1ഉം ആ നമ്പറും മാത്രമാണെങ്കിൽ, 1ഉം ആ സംഖ്യയും മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. അത്രേ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് അറിയാനുള്ളൂ. ആ പ്രൈം നമ്പറിൻ്റെ ഫാക്ടർ ഘടകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1ഉം ആ നമ്പറും മാത്രമായിരിക്കും. അപ്പോൾ അടുത്തൊരു നമ്പറാണ് 11. അപ്പോൾ 11 ഒരു പ്രൈം നമ്പറാണ്. കാരണം എന്താ? 11ൻ്റെ ഫാക്ടേഴ്സ് 1, 11 മാത്രം ആയിരിക്കും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക? എനിക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് 5², ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ, 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നമുക്ക് എത്ര ഫാക്ടർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം, പ്ലസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോട്ടോ, എത്ര ഫാക്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മക്കളെ, മുകളിലുള്ള ഈ നമ്പർ എത്രയാണോ +1 അതായിരിക്കും നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാ? 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാ 3 ഫാക്ടേഴ്സ് അറിയോ? ആ സംഖ്യ അതേപോലെ എടുത്ത് എഴുതുക, 5. അടുത്ത അതിൻ്റെ സ്ക്വയർ എഴുതുക, 5². അതുവരെ അല്ലേ ചോദ്യത്തിലുള്ളൂ. എക്സ്ട്രാ ഒരു 1ഉം കൂടി ഇട്ട് കൊടുക്കുക. സോ ആൻസർ ഈസ് 1, 5, 5². അങ്ങനെയാണെങ്കിൽ 7 ക്യൂബ് ചെയ്ത് നോക്കാലോ. 7 ക്യൂബ് ചെയ്ത് നോക്കാണ്. ശ്രദ്ധിച്ചോ, മുകളിലുള്ള നമ്പർ ഏതാ? 3. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്നാണ് പറഞ്ഞത്? മുകളിലുള്ള നമ്പർ +1. സോ ടോട്ടൽ എത്ര ഘടകങ്ങൾ ഉണ്ടാകും, എത്ര ഫാക്ടർ ഉണ്ടാകും? 4. ഏതൊക്കെയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? താഴെയുള്ള നമ്പർ എഴുതി 7, അടുത്ത പവർ എഴുതി 7², അടുത്ത പവർ എഴുതി 7 ക്യൂബ്. അവിടെ നിർത്തുക, കാരണം ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. എക്സ്ട്രാ ഒരു 1ഉം കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ 4 ഫാക്ടറുകൾ കിട്ടി. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സംഖ്യ ഒരു പ്രൈം നമ്പറിൻ്റെ പവർ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ പവർ +1 ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. പ്ലസ് എന്ത് ചെയ്യുക, ആ സംഖ്യ അതിൻ്റെ ആ ചോദ്യം ചോദിച്ച പവർ വരെ എക്സ്ട്രാ 1ഉം കൂടി ഇട്ട് കൊടുത്താൽ ഫാക്ടറുകളും കിട്ടും. അപ്പോൾ ഇവിടെ നോക്ക്, 2 പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 5 × 7. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഒന്നാമത്തതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുക, ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ഗുണിക്കുക. എന്താ പറഞ്ഞേ? ഒന്നാമത്തതിൻ്റെ ഫാക്ടർ എഴുതുക, ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ. അപ്പോൾ 1ൻ്റെ ഫാക്ടറുകൾ, 5ൻ്റെ ഫാക്ടറുകൾ ആരൊക്കെയാടാ? നമുക്കറിയാം 5 പ്രൈം നമ്പറാ. അപ്പോൾ 1, 5 ആണല്ലോ. രണ്ടാമത്തെ നമ്പറിന് ഇത് 2 കൊണ്ട് ഗുണിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് 1 × 7 ആൻഡ് 5 × 7. അപ്പോൾ നമുക്ക് ഏതൊക്കെയാ ഫാക്ടറുകൾ എന്ന് കിട്ടി? ആരൊക്കെയാടാ? 1, 5. 1 × 7 എന്ന് പറഞ്ഞാൽ 7, 5 × 7 എന്ന് പറഞ്ഞാൽ 35. ആൻസർ കിട്ടി. 1, 5, 7, 35 ആയിരിക്കും ഇതിൻ്റെ ഫാക്ടറുകൾ. അങ്ങനെയാണെങ്കിൽ 7 × 11 ചെയ്താലോ? സിമ്പിളാണ്. ഫസ്റ്റ് നമ്പറിൻ്റെ ഫാക്ടറുകൾ ആരൊക്കെയാ? 1ഉം 7ഉം. രണ്ടാമത്തെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 × 11 ആൻഡ് ഓൾസോ 7 × 11. അപ്പോൾ ആരൊക്കെയാ വരിക? 1, 7, 11, 77. 4 ഫാക്ടറുകൾ നമ്മൾ കണ്ടെത്തി. വളരെ സിമ്പിൾ. എങ്കിൽ നോക്കിക്കോ, ഇങ്ങനെ ചോദിക്കും 5² × 7. ഈ കേസിലും എത്ര ഫാക്ടർ ഉണ്ടെന്ന് നോക്കണം, ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ ചെയ്യേണ്ട കാര്യം എന്താ പറയുക മക്കളെ? മുകളിലുള്ള 2 നമ്പർ ഉണ്ടല്ലോ, മുകളിലുള്ള 2 നമ്പർ ഇല്ലാത്ത ആൾക്ക് 1 ഇട്ട് കൊടുക്കുക കേട്ടോ. മുകളിലുള്ള 2 നമ്പറിനോടും +1 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ പറഞ്ഞത്? മുകളിലുള്ള 2 നമ്പറിനോടും +1 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. അപ്പോൾ മുകളിലുള്ള നമ്പർ ഏതാ? 2 ആൻഡ് 1. രണ്ടിനോടും ഓരോന്ന് കൂട്ടുക. 2 + 1 ഇൻറ്റു ഇവിടെ എത്രയാ? 1 + 1. അപ്പോൾ 3 × 2. ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും? 6 ഫാക്ടേഴ്സ് ഉണ്ടാകും. എന്താ ചെയ്തത്? ഒന്നാമത്തെ പവർ +1, രണ്ടാമത്തെ പവർ +1, രണ്ടാളെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ ഘടകം കാണാൻ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ
ഫാക്ടേഴ്സ് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതാണ് ഫസ്റ്റ് നമ്പർ. 5 സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാടാ? 1 5 5 സ്ക്വയർ. ഇപ്പം പഠിച്ചിട്ടല്ലേ ഉള്ളൂ. 1 5 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്ക്. 1 × 7 5 × 7 5 സ്ക്വയർ × 7. ഈ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ 6 ഫാക്ടറുകളും നമുക്ക് കിട്ടി. ചില കേസിൽ ഇങ്ങനെ ചോദിക്കും, 5 സ്ക്വയർ × 7 സ്ക്വയർ. രണ്ടിലും സ്ക്വയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എത്ര ഫാക്ടർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നമ്പറിൻ്റെ പവർ +1 2 + 1, അടുത്ത നമ്പറിൻ്റെ പവർ +1 2 + 1, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 2 + 1 എന്ന് പറഞ്ഞാൽ 3 × 3, ദാറ്റ് ഈസ് എത്ര ഫാക്ടർ ഉണ്ടാകും? 9 ഫാക്ടർ. ഏതൊക്കെയാണ് 9 ഫാക്ടർ? ഒന്നാമത്തെ നമ്പറിൻ്റെ പവർ ചെയ്താൽ, സോ 5 സ്ക്വയറിൻ്റെ പവർ 1 5 5 സ്ക്വയർ. ആൻഡ് രണ്ടാമത്തെ സംഖ്യ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യരുത്? ഡയറക്റ്റ് 7 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. സോ ആദ്യം 7 കൊണ്ടും പിന്നെ 7 സ്ക്വയർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇതാണ് 1 × 7 5 × 7 5 സ്ക്വയർ × 7, എന്നിട്ടേ 7 സ്ക്വയർ കൊണ്ട് ഗുണിക്കാവൂ. സോ 1 × 7 സ്ക്വയർ 5 × 7 സ്ക്വയർ 5 സ്ക്വയർ × 7 സ്ക്വയർ. ഈ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ 1 2 3 4 5 6 7 8 9 9 ഫാക്ടറുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാറേ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലോ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എല്ലാ നമ്പറിനോടും എല്ലാ പവറിനോടും 1 കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആളുടെ പവർ എത്രയാ? 2. അപ്പോൾ അതിനോട് 1 കൂട്ടി 2 + 1. ഇവിടുത്തെ പവർ എത്രയാ? 1. അതിനോട് 1 കൂട്ടി 1 + 1. ഇവിടുത്തെ പവർ എത്രയാ? 1. അതിനോട് 1 കൂട്ടി 1 + 1. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 2 + 1 എന്ന് പറഞ്ഞാൽ 3 × 1 + 1 എന്ന് പറഞ്ഞാൽ 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 2, ദാറ്റ് ഈസ് 3 × 2 6 ആണ്. 6 × 2 ദാറ്റ് ഈസ് 12. 12 ഫാക്ടറുകൾ ഉണ്ടാവും. എങ്ങനെയാ ചെയ്യുക? 3 എണ്ണം വരുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, ആദ്യത്തെ 2 ആളെ മാത്രം എടുക്കുക. ആദ്യത്തെ 2 ആൾ 5 സ്ക്വയർ × 7ന്റെ ഫാക്ടേഴ്സ് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആരൊക്കെയാ? 1 5 5 സ്ക്വയർ. എന്നിട്ട് ആ 2 ആളെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഇയാളെ ഫാക്ടർ മാത്രം കാണുക കേട്ടോ. 1 5 5 സ്ക്വയർ ആയിരിക്കും. ഓൾസോ 1 × 7 5 × 7 5 സ്ക്വയർ × 7. ടോട്ടൽ എത്ര ഫാക്ടർ ഉണ്ട് എന്ന് കിട്ടി? 6 ഫാക്ടർ ഉണ്ട് എന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 2 നമ്പറല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, മൂന്നാമത്തെ ഒരു നമ്പറും കൂടി ഇല്ലേ? ഈ എല്ലാത്തിനെ കൊണ്ടും മൂന്നാമത്തെ നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താ പറഞ്ഞത്? ഈ എല്ലാത്തിനെ കൊണ്ടും മൂന്നാമത്തെ നമ്പർ. അപ്പോൾ എന്താ പറഞ്ഞത്? 1 × 11. മൂന്നാമത്തെ നമ്പർ 11 അല്ലേ? സോ 5 × 11. അടുത്തതാരാ വരണ്ടേ? 5 സ്ക്വയർ × 11. അടുത്തതാരാ? 1 × 7 5 × 7 1 × 7 ഇവിടെ ഉണ്ടല്ലോ, അതിനോട് × 11 കൂടി ചെയ്യുക. 5 × 7 ആണല്ലോ ഇവിടെ ഉള്ളത്, × 11 കൂടി ചെയ്യുക. 5 സ്ക്വയർ × 7 ആണുള്ളത്, സോ 11 കൂടി ചെയ്യുക. അങ്ങനെ 6 ഫാക്ടറും കൂടി ഉണ്ടാകും. അതാണ് 6ഉം 6ഉം ടോട്ടൽ 12 ഫാക്ടർ എന്ന് പറയുന്നത്. എന്താ ചെയ്തത്? ആദ്യത്തെ 2 ആളുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ആ എല്ലാ ഫാക്ടറിനെയും ആ മൂന്നാമത്തെ നമ്പർ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് ടോപ്പിക് കോമൺ ഫാക്ടേഴ്സ്. 2 നമ്പർ നമുക്ക് തരും, കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വരും. ഞാൻ 2 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, 50 ആൻഡ് 100. റാൻഡംലി എടുത്തതാണ്. നോക്കിക്കോ, ആദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ടല്ലോ മക്കളെ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളതാണ്. സോ ഞാൻ എഴുതി 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25. 25നെ എനിക്ക് 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം 2 × 5 × 5. 50 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 5 × 5. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ എത്ര ആയിക്കോടാ? 100. ശ്രദ്ധിച്ചോട്ടോ, 100 ഞാൻ 2 എടുത്തു, ഡിവൈഡ് ബൈ 2 ചെയ്താൽ 50 കിട്ടി. ആൻഡ് അടുത്ത നമ്പർ ഏതായിരിക്കും? അടുത്ത നമ്പർ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 ആയിരിക്കും. വീണ്ടും 5 വരുന്നു, ആൻഡ് എക്സ്ട്രാ 5 കിട്ടുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എടുത്ത് എഴുതാം 2 × 2 × 5 × 5. അപ്പോൾ ഇവിടുത്തെ നോക്കടാ, ഇവിടുത്തെ എന്താ നമുക്ക് വന്നത്? 2 × 5 സ്ക്വയർ വരുന്നു. ഇവിടെ എന്ത് വരുന്നു? 2 സ്ക്വയർ × 5 സ്ക്വയർ വരുന്നു. 2 × 5 സ്ക്വയർ, അവിടെ 2 സ്ക്വയർ × 5 സ്ക്വയർ. എങ്ങനെയാ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ചോട്ടോ, ആദ്യം കോമൺ ആയ നമ്പറുകൾ നോക്കിയോ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. 2 ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. മക്കളെ, ഒരേ സംഖ്യനെ ഡിഫറെൻറ്റ് പവർ വന്നാൽ ചെറിയ വാല്യൂ എടുക്കുക. 2ഉം 2 സ്ക്വയർ എടുത്താൽ ചെറിയ വാല്യൂ ആരാടാ? 2 അല്ലേ? അപ്പോൾ ഞാൻ എടുത്തു 2 × ദെൻ അടുത്ത നമ്പേഴ്സ് നോക്ക്. ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, ഇവിടെയും 5 സ്ക്വയർ ഉണ്ട്. രണ്ടാളും കോമൺ അല്ലേ? അപ്പോൾ എനിക്ക് പറയാം ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആരുടെ പവേഴ്സ് ആയിരിക്കും? 2 × 5 സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. 5 സ്ക്വയർ × 2 വന്നാൽ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് അറിയൂലേ? അറിയാം. ഫസ്റ്റ് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് ചെയ്താൽ 1 5 5 സ്ക്വയർ. എന്താ? രണ്ടാമത്തെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 × 2, അതുപോലെ തന്നെ 5 × 2, അതുപോലെ തന്നെ 5 സ്ക്വയർ × 2. ദേ കിട്ടി കോമൺ ഫാക്ടേഴ്സ്.
ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ പഠിക്കുന്ന നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്വന്തം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 5 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ആണ് ചെയ്തത്. നിങ്ങൾക്ക് 11 സ്ക്വയർ ഇൻറ്റു 13 സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ചെയ്യാം. അങ്ങനെ നമ്പേഴ്സ് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക.